ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നാണ് നമ്മുടെ ബ്രഹ്മാണ്ഡ ഷോ മലയാളം ബിഗ് ബോസ് സീസൺ 7 ഗ്രാൻഡ് ഫിനാലെ നടക്കുന്നത്. ഗ്രാൻഡ് ഫിനാലയുടെ ലാസ്റ്റ് ലാപ്പിലെത്തി നിൽക്കുമ്പോൾ എല്ലാവരും അതിശയിപ്പിച്ചുകൊണ്ട് ഇപ്പൊ നമ്മള് കുറച്ചു നേരമായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് തൊപ്പിയുടെയും അഖിൽമാരാരുടെയും പരസ്യമായിട്ടുള്ള ഒരു വാഗ്വാദങ്ങൾ. നമുക്ക് അതിന്റെയൊക്കെ ചെറിയൊരു ക്ലിപ്പിംഗ് ഒന്ന് കണ്ടു നോക്കാം. നീ എന്തൊക്കെ കാണിച്ചിട്ടാടാ ബിഗ് ബോസിൽ നാണമില്ലാണ്ടടാ. എനിക്കൊന്നുമില്ലെങ്കിൽ ഡിഗ്നിറ്റി ഉണ്ടടാ. ഞാൻ എന്തിനെങ്കിലും എതിരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എതിരെ നിൽക്കും, സ്റ്റാൻഡിൽ നിൽക്കും. നിന്നെ പോലെ ബിഗ് ബോസിനെതിരെ പറഞ്ഞിട്ട് ബിഗ് ബോസിൽ പോയിട്ട് ഊമ്പിയിട്ടില്ല. മനസ്സിലായടാ. നീ എന്റെ പാസ് എടുത്തിടേ, നിന്റെ പാസ് ഞാൻ എടുത്തിടട്ടടാ. അഖിലെ, നിന്റെ പാസ് ഞാൻ എടുത്തിടട്ടെ. എല്ലാ മുത്തുമണിയെന്നോ ഇപ്പൊ ബിഗ് ബോസിലൊക്കെ വരുന്നതിന് മുൻപ് അഖിൽമാരുടെ അടുത്ത് ബിഗ് ബോസിൽ പങ്കെടുക്കും, ബിഗ് ബോസിനെ പറ്റി എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചപ്പോ പുള്ളിക്കാരന്റെ ആ ഒരു സ്വന്തം ഒരു സ്റ്റൈലില് വളരെ പുച്ഛത്തോടു കൂടി ബിഗ് ബോസിനെ കുറിച്ച് സംസാരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. നമ്മളതെല്ലാവരും കേട്ടിട്ടുണ്ട്. എന്നിട്ടാണ് അതിൽ പോവുകയും അതിൽ വിന്നറായിട്ട് തിരിച്ചു വരികയൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ ഒരു സംഭവത്തെ പറ്റിയാണ് തൊപ്പി ഇതിൽ ഇപ്പൊ പറയുന്നത്. ഇത് ഒരുപാട് നേരം നീണ്ടു നിൽക്കുന്ന ഒരു സംഭാഷണമായിരുന്നു. അപ്പൊ അതിലവര് വ്യക്തമായിട്ട് രണ്ടുപേരും ആരെ പിന്തുണയ്ക്കുന്നു, ഈ സീസണിൽ ഈ ഒരു ഗ്രാൻഡ് ഫിനാലെ ഈ ഒരു ടൈമിൽ ആരെ പിന്തുണയ്ക്കുന്നു എന്നുള്ളതും ആർക്കൊക്കെയാണ് ഇവർ വോട്ട് ചോദിക്കുന്നത് എന്നുള്ളതൊക്കെ വ്യക്തമായിട്ട് ഇവര് പറയുന്നുണ്ട്. ഇപ്പോ അനീഷിന് വേണ്ടിയിട്ട് തൊപ്പി പരസ്യമായിട്ട് വോട്ട് ചോദിക്കുന്ന ഒരു ക്ലിപ്പും കൂടി ഉണ്ട്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. Guys, everybody, right now, everybody. എല്ലാരും കഴിച്ചിട്ട് PR ഒന്നുമല്ല, 10 വയസ്സ് PR വാങ്ങിട്ട് ചെയ്യുന്നതല്ല. ഗൈസ്, എല്ലാരും അനീഷിന് പോയിട്ട് വോട്ട് ചെയ്യണം. ഓക്കെ, ഈക്വൽ അനീഷ് തൂക്കണം, കപ്പ അനീഷ് തൂക്കണം. ഓക്കെ, എല്ലാരും ഇത് വോട്ട് ചെയ്യുന്നവരും ഇതിൽ സ്പാം ചെയ്യുന്നവരും കമന്റിൽ ഇടുന്നവരും ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞു ഇവിടെ വന്നിട്ട് ടൈപ്പ് ചെയ്തിട്ട് കാര്യമില്ല. ഇത് സാധനം റിസൾട്ട് ഉണ്ടാണെങ്കിൽ പോയി വോട്ട് ചെയ്യും. എല്ലാരും അനീഷിന് പോയിട്ട് ഇവിടെ വോട്ട് ചെയ്യാനല്ല കേട്ടോ, ഈ ചാറ്റിൽ വോട്ട് ചെയ്യാനല്ല. പോയിട്ട് ഹോട്ട്സ്റ്റാർ ഡൗൺലോഡ് ചെയ്തിട്ട് ഹോട്ട്സ്റ്റാറിൽ ബിഗ് ബോസ് എടുത്തിട്ട് ബിഗ് ബോസിൽ വോട്ടിംഗ് ഓപ്ഷനിൽ വെച്ചിട്ട് ബാക്കി എല്ലാത്തിനും നല്ല രീതിയിൽ PR വർക്ക് നടക്കുന്നുണ്ട്. പക്ഷെ അനീഷ് ആണ് ഒരു കോമൺ, ഓക്കെ, ഒരു സാധാരണക്കാരൻ എന്നുള്ള ലെവലിൽ അനീഷ് ജയിക്കണമെന്നാണ്. അതായത് സോഷ്യൽ മീഡിയയിൽ ഇത്രത്തോളം ഇന്നത്തെ കാലത്ത് ഒരുപാട് ഫാൻ ഫോളോവേഴ്സ് ഉള്ള ഒരു വ്യക്തിയാണ് തൊപ്പി. ആ തൊപ്പി പരസ്യമായിട്ട് അനീഷിന് വോട്ട് ചോദിക്കുന്ന ക്ലിപ്പാണിത്. അതുപോലെ തന്നെ അഖിൽമാരാർ പരസ്യമായിട്ട് അനുമോളെയാണ് സപ്പോർട്ട് ചെയ്യുന്നതും നമുക്കിപ്പോ വ്യക്തമായിട്ടുണ്ട്. ഇവർ രണ്ടുപേരുടെ ഫാൻ ബേസിൽ ഈ പറയുന്ന രണ്ട് മത്സരാർത്ഥികൾക്ക് എത്രത്തോളം വോട്ട് മറയുന്നു, എത്രത്തോളം ടഫ് ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷനിൽ നമുക്ക് ഈ ഒരു ലാസ്റ്റ് ലാപ്പിൽ കാണാൻ പറ്റും എന്നുള്ളതൊക്കെ നമുക്ക് ഇന്നറിയാം. ഈ അഖിൽമാരും തൊപ്പി തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു വാക്ക് പോരാട്ടം എന്ന് പറയുന്നത് പരസ്യമായിട്ട് ഇരുവരും അനുവിനെയും അനീഷിനെയും, തൊപ്പി അനീഷിനെയും അഖിൽമാരാർ പരസ്യമായിട്ട് അനുവിനെയും സപ്പോർട്ട് ചെയ്യുന്ന ലെവലിലേക്ക് ഇപ്പൊ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഇത് ഇവരുടെ അത്യാവശ്യം ഇവർ രണ്ടുപേരും അത്യാവശ്യം ഇന്ന് ഈ തൊപ്പിയാണെങ്കിലും അഖിൽമാരാണെങ്കിലും അവർക്ക് സ്വന്തമായിട്ട് അത്യാവശ്യം ഒരു ഫാൻ ബേസ് ഉള്ള ആളുകളാണ്. അപ്പൊ ഇവര് കൂടെ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വോട്ട് ചോദിക്കുന്ന ലെവലിലേക്ക് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ എത്രത്തോളം ഈ രണ്ട് മത്സരാർത്ഥികളുടെ വോട്ടിങ്ങിൽ ലാസ്റ്റ് ലാപ്പിൽ റിഫ്ലക്ട് ചെയ്യുന്നുള്ള കാര്യത്തിൽ നമുക്ക് അത് നോക്കി കണ്ടു തന്നെ അറിയാം. ഈ അവസാന നിമിഷം ഈ രണ്ടുപേരുടെ സ്വാധീനം കൂടി ആ വോട്ടിംഗിൽ നല്ല രീതിയിൽ ഉണ്ടാവുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആരായിരിക്കും വിന്നർ എന്നുള്ള ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ ഒരുപക്ഷെ മലയാളം ബിഗ് ബോസിന്റെ ചരിത്രത്തില് ഇതുവരേക്കും ഇല്ലാത്തൊരു ടഫ് കോമ്പറ്റീഷൻ നമുക്ക് ഈ ഒരു സീസണിൽ കാണാൻ പറ്റും. കാരണം ഇത് മുൻപുണ്ടായിരുന്ന എല്ലാ സീസണിലും നമുക്ക് വ്യക്തമായിട്ട് ഒരു വ്യക്തിക്ക് വ്യക്തമായിട്ടുള്ള ലീഡ് ഉണ്ടാവുകയും ആ വ്യക്തിയായിരിക്കും വിന്നർ നമുക്ക് പ്രഡിക്ട് ചെയ്യാനും പറ്റുന്ന ഒരു സാഹചര്യം ഇതുവരെയുള്ള എല്ലാ മലയാളം ബിഗ് ബോസ് സീസൺസിലും നമ്മൾ കണ്ടിരുന്നു. എന്നാൽ ഈ ഒരു സീസൺ മലയാളം ബിഗ് ബോസ് സീസൺ 7ന്റെ കാര്യത്തിൽ വരുമ്പോൾ നമുക്ക് അങ്ങനെ ഒരാളെ പ്രഡിക്ട് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു ടൈറ്റ് ഒരു കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഒരിക്കലും പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല. നമുക്ക് താല്പര്യമുള്ള, നമുക്ക് ഇഷ്ടപ്പെട്ട വ്യക്തിയായിരിക്കും വിജയിക്കാൻ നമുക്ക് വെറുതെ പറയാമെന്നല്ലാതെ ഒരു ഉറപ്പ് അല്ലെങ്കിൽ ഒരു വ്യക്തമായിട്ടുള്ള ലീഡ് ഇതുവരേക്കും നമുക്ക് അങ്ങനെ തോന്നിയിട്ടില്ല ഒരു മത്സരാർത്ഥികൾക്കും. അപ്പോ ഇപ്പൊ ലാസ്റ്റ് ഈ പറയുന്നത് പോലെ തന്നെ അനീഷും അനുമോളും ഒരേ ലെവലിൽ വന്ന് നിൽക്കുന്ന ഒരു പരിപാടിയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. വ്യക്തമായിട്ട് ആർക്കാണ് ലീഡ് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും നമുക്ക് യാതൊരുവിധ തരത്തിലുള്ള ഒരു സൂചനകളും ലഭിക്കുന്നത്. ഇതിനു മുൻപുള്ള എല്ലാ സീസണിലും ലാസ്റ്റ് ടൈമിലേക്ക് ആകുമ്പോൾ ഏകദേശം നമുക്കത് പ്രഡിക്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. ആ ഒരു പ്രഡിക്ട് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ഒരു സസ്പെൻസ് അത്രത്തോളം നിലനിർത്താനായിട്ട് സാധിക്കാറില്ല മറ്റ് സീസണുകളിൽ. പക്ഷെ ഈ സീസണിൽ തീർച്ചയായിട്ടും ആ ഒരു സസ്പെൻസ് ഇപ്പൊ ലാസ്റ്റ് മിനിറ്റ് വരെ ഉണ്ടാവും. ആര് ജയിക്കും എന്നുള്ളത് അവിടെ അനൗൺസ് ചെയ്യുമ്പോൾ, ലാലേട്ടൻ അനൗൺസ് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവാനായിട്ടുള്ള സാധ്യതയുള്ളൂ. ഇപ്പോ സോഷ്യൽ മീഡിയ താരമായിട്ടുള്ള തൊപ്പിക്കൊക്കെ ഉള്ള ഫാൻ ബേസ് എല്ലാവർക്കും അറിയാം തൊപ്പി. അപ്പൊ അത്രയും ഫാൻ ബേസ് ഉള്ള ഒരാൾ വ്യക്തമായിട്ട് അനീഷിനെ പോലുള്ള ഒരു മത്സരാർത്ഥിയെ സപ്പോർട്ട് ചെയ്യുന്നു തുറന്നു പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയും അനീഷിന് വേണ്ടി വോട്ട് ചോദിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അനീഷിന്റെ വോട്ടിങ്ങിൽ അത് റിഫ്ലക്ട് ചെയ്യാതെ ഇരിക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. തീർച്ചയായിട്ടും അഖിലിനും വ്യക്തമായിട്ടുള്ള ഒരു ഫാൻ ബേസ് ഇന്ന് ഇപ്പോ കേരളത്തിലുണ്ട്. അപ്പോ അഖില് പറയുന്നത് കേൾക്കാനും ആളുകളുണ്ട് എന്നുള്ള ഒരു സാഹചര്യത്തിൽ ഇരിക്കെ ഇനിയിപ്പോ അനുമോളുടെ വോട്ടിങ്ങിലും അത് റിഫ്ലക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അനുമോളാണോ അനീഷാണോ
അതോ ഇവർ രണ്ടുപേരല്ലാതെ മറ്റു മത്സരാർത്ഥികൾ ആരെങ്കിലും ആണോ? ഫൈനൽ 5 വന്ന് നിൽക്കുന്ന മറ്റു 3 മത്സരാർത്ഥികളാണോ? ആരാണെന്ന് യാതൊരുവിധ തരത്തിലുള്ള ഒരു ഉറപ്പും ഒരാൾക്കും പറയാൻ പറ്റാത്തൊരു സീസണാണിത്. ഒരു തരത്തിലും നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ പറ്റാത്ത തീർത്തും സസ്പെൻസ് നിറഞ്ഞൊരു സീസണിന്റെ പരിസമാപ്തിയിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. നമുക്ക് എല്ലാവർക്കും കാത്തിരുന്ന് കാണാം. തൊപ്പിയെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും അനീഷിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് തൊപ്പി പറയാണ്. അപ്പൊ ഒരു അനീഷിന്റെ ഒരു വോട്ടിംഗ് ഗ്രാഫില് ഈ ഒരു തൊപ്പിയുടെ ഒരു ഇൻഫ്ലുവൻസ് എത്രത്തോളം ആ ഗ്രാഫിനെ മാറ്റിമറിക്കുന്നുള്ളത് നമുക്ക് കാണാം. അത് തീർച്ചയായിട്ടും ഒരു ഭീകരമായിട്ടുള്ള ഒരു ഗ്രാഫ് ചേഞ്ച് അനീഷിന്റെ വോട്ടിങ്ങിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. അതുപോലെ തന്നെയാണ് അനുവിന് വേണ്ടി വോട്ട് ചോദിക്കുന്ന ആളുകളും സെലിബ്രിറ്റീസ് ആണ്. ഇപ്പൊ അഖിൽമാരാർ ഉൾപ്പെടെ അനുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് സെലിബ്രിറ്റീസ് ഉണ്ട്. അവരുടെ എല്ലാ ഫാൻസിന്റെ അടുത്ത് അവര് അനുമോൾക്ക് വേണ്ടി വോട്ട് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും അനുമോളുടെ വോട്ടിങ്ങിന്റെ ഗ്രാഫിലും വരാൻ പോകുന്ന നമുക്കറിയാം ഭീകരമായിട്ടുള്ള ഒരു മാറ്റം അനുവിന്റെ ഒരു വോട്ടിംഗ് ഗ്രാഫിലും സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അറിയില്ല. ഇതിപ്പോ വളരെ സസ്പെൻസ് നിറഞ്ഞിട്ടുള്ള ഒരു സീസണാണ്. ഇതിന്റെ ഒരു വിന്നർ ആരായിരിക്കും എന്നുള്ള കാര്യത്തില് യാതൊരുവിധ തരത്തിലുള്ള വ്യക്തമായിട്ടുള്ള സൂചനകളും ആർക്കും ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഇല്ല. കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. ലാലേട്ടന് ആരുടെ കൈയായിരിക്കും പിടിച്ചു ഉയർത്താന്നുള്ളത്. നിലവിലുള്ള സാഹചര്യം വെച്ചിട്ട് ഇത് തൊപ്പിയെ പോലെയും അഖിൽമാരെ പോലെയുള്ള സെലിബ്രിറ്റീസ് കൂടെ തമ്മിലുള്ള ഒരു പോരാട്ടമായിട്ട് മാറിയിരിക്കുകയാണ്. ഇവര് തമ്മിലുള്ള കടുത്ത മത്സരത്തിലേക്ക് കൂടി കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. ഫിനാലയിൽ എത്തി നിൽക്കുന്ന മത്സരാർത്ഥികൾ തമ്മിലുള്ള നേരിട്ടുള്ള പോരാട്ടത്തിന് പുറമെ സെലിബ്രിറ്റീസ് ഒക്കെ തമ്മിലുള്ള പോരാട്ടം കൂടിയാണ് ഇപ്പോ നമ്മൾ ഈ ലാസ്റ്റ് മിനിറ്റിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. തൊപ്പിയും മാരാരും ഏറ്റുമുട്ടുമ്പോ, തൊപ്പി അനീഷിന് വേണ്ടിയിട്ടും മാരാർ അനുവിന് വേണ്ടിയിട്ടും ഒക്കെ ഏറ്റുമുട്ടുമ്പോ ഇതിൽ തൊപ്പി ജയിക്കോ മാരാര് ജയിക്കോ, അതുപോലെ അനു ജയിക്കോ അതോ അനീഷ് ജയിക്കോ എന്നുള്ള കാര്യമൊക്കെ ഒരു വലിയ സസ്പെൻസ് ആണ്. ഇതേപോലെയുള്ള സപ്പോർട്ട് അവർക്ക് എല്ലാ ഭാഗത്തു നിന്നും മത്സരാർത്ഥികൾക്ക് വരുന്നുണ്ടെങ്കിൽ പോലും ഇതിൽ ആര് ജയിക്കും അല്ലെങ്കിൽ എന്താണ് ഇവരുടെ നിലവിലെ വോട്ടിങ്ങിന്റെ ഒരു അവസ്ഥ എന്നുള്ളതെല്ലാം ഒരു ഭയങ്കര ഒരു ക്രൂഷ്യൽ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലാലേട്ടൻ അവസാനം വിജയമായിട്ടുള്ള ആളെ കൈപിടിച്ച് ഉയർത്തുന്നത് വരേക്കും ഈ ഒരു സീസണിന്റെ വിന്നറുടെ കാര്യം സസ്പെൻസിൽ തന്നെയാണ്. നമുക്ക് കാത്തിരുന്ന് കാണാം. അനുമോളാണോ അനീഷാണോ തൊപ്പിയാണോ അതോ അഖിൽമാരാണോ ജയിക്കുക എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് അധികം വൈകാതെ തന്നെ നമുക്ക് കാണാം. ഒരു വ്യക്തമായിട്ടൊരു മത്സരാർത്ഥിയെ സപ്പോർട്ട് ചെയ്യാത്ത, ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ മാത്രം ഇഷ്ടപ്പെട്ടുകൊണ്ട് ആ ഷോയെ വാച്ച് ചെയ്യുന്ന, ആ ഷോയെ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും പറയാനുള്ളത് മോസ്റ്റ് ഡിസേർവിംഗ് ആയിട്ടുള്ള ആള് തന്നെ, ഏറ്റവും ഡിസേർവിംഗ് ആയിട്ടുള്ള ആള് തന്നെ വിജയിക്കട്ടെ, വിന്നർ ആവട്ടെ. അത് മാത്രമേ പറയുന്നുള്ളൂ. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.